ഹലോ ഗൈസ്, അയാൻ ബേബിൻ്റെ ബർത്ത്ഡേ ആണ്. എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം കഴിഞ്ഞതെന്ന് അറിയില്ല. അങ്ങനെ ദാ അയാൻ ബേബിക്ക് 1 വയസ്സായി. ഒക്കെ ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. ഓൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഓനാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. എനിക്കും ഷനുവിനൊക്കെ ഒരു ഡ്രസ്സൊക്കെ നോക്കണം എന്നുണ്ട്. അങ്ങനെ അതും നോക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന്. നമ്മളെല്ലാവരും റെഡി ആയി നിൽക്കണുണ്ടാവും. എനിക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണെന്ന്. പിന്നെ ദാ ഈ വാച്ചിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. ആ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഡ്രസ്സ് നോക്കാനാണ് പോയത്. ഞാൻ 1-2 ജീനൊക്കെ വെറുതെ എടുത്ത് നോക്കി. എന്നിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ട്രയലൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ഒരു മെന തോന്നണില്ല. ഈ ഒരു ഷർട്ടിൻ്റെ കളർ എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ ഷർട്ടിൻ്റെ കളർ മാറ്റി ഞാനൊരു ജീനും ഷർട്ട് തന്നെ എടുത്തു. പിന്നെ ഷാനുവിനും ഒരു ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ നേരെ അയാൻ ബേബിക്ക് ഒരു ഡ്രസ്സ് നോക്കാൻ പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റാക്കി ബില്ലടിക്കാൻ പോകുമ്പോഴാണ് ഇമ്മ അവിടെ മാക്സിൻ്റെ കളക്ഷൻ കാണുന്നത്. ഇമ്മ മാക്സി നോക്കാൻ തുടങ്ങിയാലാണ് കാത്തിരിപ്പിൻ്റെ വില എന്താണെന്നുള്ളത് അറിയാം. ഇമ്മ നോക്കിയോണ്ട് ഇമ്മക്ക് 2 മാക്സി അങ്ങോട്ട് എടുത്തു കൊടുത്തു. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ. ആ ഒരു മഴയത്ത് നമ്മൾ നല്ല ചൂട് മന്തിയും കഴിക്കാൻ പോയി. പിന്നെ നമ്മളൊരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കിയിട്ട് നേരെ ഗിഫ്റ്റ് വാങ്ങാൻ കയറി. അയാനുവിന് വണ്ടികളോട് ഭയങ്കര ക്രേസാണ്. വണ്ടിയിലിരിക്കണതും പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കാറോ ജീപ്പോ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന്. ഓനെ കുറച്ച് നേരം അതിലിരുത്തിയപ്പോൾ പിന്നെ അതിന് എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ കണ്ട ജീപ്പ് ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് ഫൈനലൈസ് ചെയ്തു. അത് അങ്ങോട്ട് എടുത്തു. പിന്നെ കാക്കു വേറൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാക്കു മാത്രമല്ല അമ്മായിൻ്റെ വകയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അയാനുവിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അയാനുവിൻ്റെ ഫേസ് ഞാൻ അവൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ കാണിക്കാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നമ്മളെല്ലാവരും ക്ഷീണിച്ച് അവശയായി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ഫലൂദയൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.